ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ സംവിധായകരുടെയോ എഴുത്തുകാരുടെയോ കൈകളിലെ കളിപ്പാവുകൾ പോലെ ആവില്ലേ? ചേട്ടാ, കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവില് ചേട്ടൻ പൊളിറ്റിക്കലായിട്ട് ചേട്ടനൊരു ഒപ്പീനിയൻ ഇല്ല എന്നുള്ള രീതിയിലൊരു അഭിപ്രായം പറയുന്നത് കേട്ടു. കാരണം ഒരു പ്രത്യേക ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ അത്തരത്തിലൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അജിത് ചേട്ടൻ കുറച്ചും കൂടി ആ ഒരു സാഹചര്യത്തെ കുറച്ചും കൂടെ നന്നായിട്ട് പറഞ്ഞു. അതായത് പൊളിറ്റിക്കൽ പാർട്ടികളോട് താല്പര്യമില്ല എന്നാണ് നിവിൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഉള്ള യുവ നടന്മാരിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് നിവിൻ ചേട്ടനാണ്. ഇപ്പൊ സഖാവായാലും പടവട്ടായാലും ഇപ്പൊ പ്രതിച്ഛായ. അപ്പോൾ പൊളിറ്റിക്കലായിട്ടൊരു അവയർനെസ് ഇല്ലാതെ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ സംവിധായകരുടെയോ എഴുത്തുകാരുടെയോ കൈകളിലെ കളിപ്പാവുകൾ പോലെ ആവില്ലേ? അവർക്ക് പല കാര്യങ്ങളും നമ്മളിലൂടെ പറയാൻ പറ്റില്ലേ? അപ്പോൾ ഒരു അവയർനെസ് മസ്റ്റ് അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മറികടക്കാൻ തോന്നുന്നു. അങ്ങനെ ഒരു കളിപ്പാവയാവാൻ പറ്റില്ലല്ലോ. നമ്മൾ വാർത്തകളും കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് ബേസിക്കലി എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ സിനിമ, അതിലാണ് എൻ്റെ ഫുൾ ഫോക്കസ് ഉള്ളത്. ഒരു പാർട്ടിയോട് താല്പര്യക്കുറവോ അങ്ങനെയൊന്നുമില്ല. പല പാർട്ടിയിൽ പല കൂട്ടുകാരും പലരെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് പൊസിഷനിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം ഞാൻ റെസ്പെക്റ്റോടെ കാണുന്നു. പക്ഷെ ഞാൻ അതിലങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. ഞാൻ സിനിമ അല്ലെങ്കിൽ ചെയ്തു പോവുക, ഫാമിലി, അങ്ങനത്തെ ഒരു ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നടക്കുന്നതൊന്നും അറിയില്ല എന്നുള്ളതല്ല. നമുക്ക് എല്ലാവർക്കും ഒരു ദൈവാനുഗ്രഹിച്ച ഒരു കോമൺ സെൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇതൊരു ഭയങ്കര പോയിന്റ് ഔട്ട് ചെയ്ത് ചെയ്യുന്നൊരു സിനിമയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്.